സംഭവിച്ചതായിരിക്കും എന്നാണ് റോസ്മ ചേച്ചി കരുതുന്നത്. ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നുണ്ട്. ഉണ്ടായിരുന്നല്ലേ എവിടെ ആയാലും വെച്ചെന്നെ വിളിച്ചെന്നെമായിരുന്നു. എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേനെ. സെബാസ്റ്റ്യൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആയിഷേനെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും പോയത്. പൈസ പോരാത്ത തികയാതെ വന്നത് കിട്ടുമെന്നൊക്കെ കൊണ്ടുവല്ലോ ആയിരിക്കും പോയത്. ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഇത്. ഐഷയുടെ തിരോധാനം. ഈ ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ്റെ കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്തായിരുന്ന റോസമ്മയാണ് ന്യൂസ് 18നോട്, ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനോട് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഐഷ തിരോധാനം കൊലപാതകമെന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് പോലീസ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18ലൂടെയുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു റോസമ്മയുടെ വെളിപ്പെടുത്തൽ. കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കും. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ജൈനമ്മ അതോടൊപ്പം ബിന്ദു പത്മനാഭൻ തിരോധാന കേസുകൾക്ക് പിന്നാലെ ശരണ്യ നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ഈ ഐഷ എന്ന സ്ത്രീയെയും കാണാതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. ഈ കേസിൽ ഐഷയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമെ, നമുക്കറിയാം, അതായത് ചേറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ എന്ന സ്ത്രീ കൊല്ലപ്പെടുന്നു. അവരെ കാണാതാകുന്നു എന്നുള്ളതാണ് ആദ്യം പോലീസിന് മുന്നിലേക്ക് വരുന്ന പരാതി. തുടർന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം അത് അന്വേഷിക്കുന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ എന്ന പള്ളിപ്പുറം സ്വദേശിയുടെ വീട്ടുവളപ്പിൽ നിന്ന്, അതായത് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത കേസിലെ പ്രതി കൂടിയായ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ വീട്ടുവളപ്പിൽ നിന്നും അത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളായ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അപ്പോൾ പോലീസിന് മുന്നിലുള്ള 2 കേസുകൾ, സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബിന്ദു പത്മനാഭൻ കേസ്, അത് ബിന്ദു മിസ്സിംഗ് ആണ് എന്നുള്ളൊരു കേസും, ഒപ്പം തന്നെ ജൈനമ്മ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം പിന്നീട് നടത്തിയ രക്തസാമ്പിളുകൾ അടക്കം ആ വീട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം പരിശോധിച്ചതിൽ നിന്നും അത് ജൈനമ്മയാണ് മരിച്ചത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ആദ്യമായി ഒരു മർഡർ കേസ് സെബാസ്റ്റ്യന് മേലിലേക്ക് ചുമത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജൈനമ്മ കൊലപാതക കേസിലാണ് അയാൾ ആദ്യമായി റിമാൻഡിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾ, അതായത് ബിന്ദു പത്മനാഭനും അടക്കമുള്ള സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലാണ് ഐഷ എന്ന സ്ത്രീ കൂടി ചേർത്തല വാരനാട് നിന്നും മിസ്സിംഗ് ആണ് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത്. ഐഷയുടെ ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ പോലീസിനോട് നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോഴൊക്കെ ഈ ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി ഒരു കോൺടാക്റ്റും ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘവും ഒപ്പം തന്നെ ഐഷയുടെ ബന്ധുക്കളുമൊക്കെ മകനുമൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്നാൽ റോസമ്മ എന്ന സ്ത്രീ നമ്മളുടെ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വന്നതിന്റെ ശേഷം ഈ കേസിന്റെ ഗതിയാകെ മാറുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് റോസമ്മ വെളിപ്പെടുത്തിയ ചില നിർണായക വിവരങ്ങൾ റോസമ്മ നമ്മളോട് പങ്കുവച്ചത്, ഐഷ മിസ്സിംഗ്, ഐഷയെ കാണാതാകുന്നത് ഐഷയുടെ പേരിലുള്ള പ്രോപ്പർട്ടി പിറ്റേ ദിവസം രജിസ്ട്രേഷൻ നടക്കാനിരിക്കുകയാണെങ്കിൽ അതിന് തലേ ദിവസമാണ് ഐഷ മിസ്സിംഗ് ആകുന്നത് എന്നുള്ള നിർണായക വിവരം റോസമ്മ നമ്മളോട് പങ്കുവച്ചു. മാത്രമല്ല, സ്ഥലം എഴുതുന്നതിന് വേണ്ടിയുള്ള പണം ഐഷയുടെ കൈവശമുണ്ടായിരുന്നു. അത് സെബാസ്റ്റ്യന്റെ കൈവശമായിരിക്കാം ഉണ്ടായിരുന്നത്. സെബാസ്റ്റ്യന്റെ കൈവശം ഐഷയുടെ പണം ഉണ്ടായിരുന്നു. അത് വാങ്ങാനായി ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് പോയ ഐഷയാണ് പിന്നീട് കാണാതായത് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഈ സെയിം മോഡസ് ആയിരുന്നു എല്ലാ കേസുകളിലെയും പോലെ, അതായത് ജൈനമ്മയുടെയും ബിന്ദുവിന്റെയും ഒക്കെ ബന്ധുക്കൾ അവരെ കാണാനില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ പലയിടങ്ങളിൽ നിന്ന് ഇവരുടെ ഫോണുകളിൽ നിന്ന് കോളുകൾ ഈ ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ഫോണിലേക്ക് വരികയും ചെയ്യുന്നു. അതേ മോഡസ് ഐഷയുടെ കേസിലും ഉണ്ടായി എന്നുള്ളതാണ്. റോസമ്മ നമ്മളോട് പറഞ്ഞു, ഐഷയെ കാണാതായ ദിവസം ഐഷ തന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, പലതവണ വിളിച്ചിരുന്നു. മിസ് കോൾ ഉണ്ട്, താൻ പള്ളിയിൽ പോയിരുന്നതിനാൽ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് മാസങ്ങളുടെ ഇടവേളകൾ വീണ്ടും ഈ ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് അവർ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഈ കാണാതാകുന്നതിന് മുമ്പ് ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ച് തന്റെ വീട്ടിൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം ഈ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തു കൂടിയായ റോസമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അതിലവർ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ അന്വേഷണ സംഘങ്ങൾ ഈ കേസിൽ റോസമ്മ
റോസമ്മയ്ക്ക് പലതും അറിയാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരികയും അവരെ പ്രായോഗികമായി അവരെ തുടക്കത്തിൽ പ്രാഥമികമായി സ്പെഷ്യൽ ബ്രാഞ്ചും ഒപ്പം തന്നെ ചേർത്തല പോലീസും ഇവരെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഉണ്ടായ ഏറ്റവും നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു നടപടി എന്ന് പറയുന്നത് ആ കേസുകൾ അൺഡിക്റ്റഡ് എന്ന് എഴുത്തള്ളി കേസ് റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. ചേർത്തല പോലീസ് ആ കേസ് റീഓപ്പൺ ചെയ്തു. വീണ്ടും ഇപ്പോൾ നിലവിൽ അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റോസമ്മ അതിനിടയിൽ തന്നെ പള്ളിപ്പുറത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി NCSലെ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ വളരെ നിർണായകമായ രീതിയിൽ അവര് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന ഈ റോസമ്മയുടെ നമ്മൾ സംശയാസ്പദമെന്ന് ചൂണ്ടിക്കാട്ടിയ റോസമ്മയുടെ 40 സെന്റ് ഭൂമിയിലെ കോഴി ഫാം കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ളതാണ്. അവിടെ വരെ NCSന്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന തുടങ്ങി. അതോടുകൂടി റോസമ്മ പിക്ചറിലേക്ക് കൂടി വന്നു. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മ പറയുന്ന കാര്യങ്ങൾ പലതും വൈരുദ്ധ്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പലതും റോസമ്മ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുന്നു. അതിന് പിന്നാലെ റോസമ്മയെ പിറ്റേ ദിവസം ഇവിടെ അതായത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ പരിശോധനയ്ക്ക് പിന്നാലെ അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ച പോലെ അവർ വീണ്ടും റോസമ്മയുടെ പുരയിടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അന്ന് ഔദ്യോഗികമായി റോസമ്മയുടെ വിവരങ്ങൾ ചേർത്തല സിയുടെ നേതൃത്വത്തിൽ ചോദിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ഈ കേസ് പതുക്കെ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ആ ഒരു ഡെവലപ്മെന്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആയിഷ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള നിഗമനമുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ആയിഷയെ എങ്ങനെയാണ് കൊന്നത്, എവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടത്, ഈ കേസിൽ സെബാസ്റ്റ്യന് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ, റോസമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? ഇതിൽ ഇനിയിപ്പോ പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സെബാസ്റ്റ്യനെ പ്രതി ചേർത്തേക്കും എന്നുള്ള വിവരം ലഭ്യമാകുന്നു. കാരണം നമുക്കറിയാം റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ മൊഴി വിവരങ്ങൾ അവർ പറഞ്ഞ വാക്കുകളും കൂടി നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അത് മാത്രമല്ല അവരുടെ അൻസിൽ എന്ന അവരുടെ വീടുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആയിഷയ്ക്കും ഈ ബന്ധം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട് അൻസിൽ എന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ നിർണായകമായ വിവരങ്ങൾ അതായത് ഈ റോസമ്മ പങ്കുവച്ചതുപോലെ തന്നെ JCB ഉപയോഗിച്ച് തന്റെ പുരയിടം ആയിഷയും സെബാസ്റ്റ്യനും ചേർന്ന് കുഴിച്ചിരുന്നു. അത് മാത്രമല്ല അത് കണ്ടു എന്ന് എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപിക നമ്മളോട് സ്ഥിരീകരിക്കുന്നു. എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപികയും ആ രീതിയിൽ ഇത്തരത്തിൽ ആയിഷയെ അപ്രോച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ സെബാസ്റ്റ്യൻ ഭൂമി മറ്റൊരു പള്ളിയോട് ചേർന്ന് നല്ല ഭൂമി വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അധ്യാപികയും സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഇതെല്ലാം അന്വേഷണ സംഘം ഇപ്പോൾ വെരിഫൈ ചെയ്ത് വരികയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ റോസമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് റോസമ്മ നമ്മളോട് പറഞ്ഞത് ഈ ആയിഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ തന്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല എന്ന് അവർ ഒരു ഘട്ടത്തിൽ നമ്മളോട് പറയുന്നു. വീണ്ടും നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഘട്ടത്തിൽ അവർ പറയുന്നു 2017 ഇവരൊരു വിവാഹ ബന്ധത്തിലേക്ക് സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിലൊരു വിവാഹ ബന്ധത്തിലേക്ക് വരെയുള്ള അടുപ്പത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മുഖവിലേക്ക് പോലീസ് എടുത്തിട്ടില്ല. അതിൽ ചില കാര്യങ്ങൾ റോസമ്മ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 302 അടക്കമുള്ള കൊലപാതക കുറ്റത്തിന്റെ വകുപ്പുകളടക്കം ചുമത്തിയായിരിക്കും ഇനി ആയിഷ തിരോധാന കേസ് പോലീസ് അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടോം, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആയിഷ തിരോധാന കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ആയിഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടത്, സെബാസ്റ്റ്യന് മറ്റാരുടെങ്കിലും പങ്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്.